അറിയാം 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 അറിയാനൊരു വഴി, അറിയുക പോംവഴി അറിയാം. അറിയാൻ ഒറ്റ പോംവഴിയേ ഉള്ളൂ, അറിയുക എന്നത് മാത്രം. കണ്ടറിയാം, കേട്ടറിയാം, പറഞ്ഞറിയാം, ചോദിച്ചറിയാം, അങ്ങനെ അറിയാനുള്ള വഴികൾ അന്വേഷിക്കുക എന്നതാണ്. വെൽക്കം ടു ഏഗൻ പ്രസൻസ് മീഡിയ വൺ ലിറ്റിൽ സ്കോളർ, കൊളാബറേറ്റഡ് ബൈ മലർവാടി ടീൻ ഇന്ത്യ, പവേർഡ് ബൈ അൽ മുക്തദിർ ജ്വല്ലറി. ഇപ്പോൾ നമുക്കൊപ്പം 4 ടീമുകളുടെ സെമി ഫൈനൽ റൗണ്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. വെൽക്കം ടു ദ സെലിബ്രേഷൻ ഓഫ് നോളജ് മീഡിയ വൺ ലിറ്റിൽ സ്കോളർ. ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സെമി ഫൈനലിൽ മാറ്റുരയ്ക്കുന്ന ടീമുകളെ പരിചയപ്പെടാം. ടീം കാസർഗോഡ് തുടങ്ങാം. എൻ്റെ പേര് ദേവനന്ദി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ GHS ബാര സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ശിവദ എസ് പ്രജിത്ത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ GHSS ചീമേനിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഓക്കെ, ഗുഡ്. നിങ്ങൾ ഇതിനു മുമ്പ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? വലിയ ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് വെൽക്കം ചെയ്യാം ടീം കാസർഗോഡ്. ഓക്കെ, നെക്സ്റ്റ് ടീം നമ്മുടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് വന്ന, തിരുവനന്തപുരത്ത് നിന്ന് വന്ന കൂട്ടുകാരികളെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അനന്യ PS. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നിള റിജു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ GHSS ഇളമ്പയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വെരി ഗുഡ്. ടീം ആലപ്പുഴ. എൻ്റെ പേര് അനൂപ് രാജേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എൻ്റെ പേര് അബ്ദുള്ളായൻ. ഞാൻ ലിയോ 13 HSSലെ +1 വിദ്യാർത്ഥിയാണ്. കൊല്ലം ജില്ലയിലേക്ക് പോവാം. നമസ്കാരം, എൻ്റെ പേര് അഹമ്മദ് അരിയസ്. ഞാൻ കൊല്ലം കണ്ണനല്ലൂരിലെ MKLMHS സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. കൊല്ലം കണ്ണനല്ലൂരിൽ നിന്നാണ് വരുന്നത്. നെക്സ്റ്റ്. എൻ്റെ പേര് മഹേശ്വർ ഗിരീഷ് ശേഖർ. ഞാൻ കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് HSS അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മഹേഷിന്റെ ഇത്രയും വലിയ പേരൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ അദ്ദേഹം ജനറൽ നോളജിൽ എക്സ്പെർട്ട് ആയാലേ മതിയാവും അല്ലേ? തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ടീമുകളെയും നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു. ആദ്യ റൗണ്ട് നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് റൗണ്ടാണ്. ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകും. എല്ലാ ടീമുകളും ഒരേ സമയത്ത് ആൻസർ ചെയ്യുകയാണ് ഈ റൗണ്ടിൻ്റെ പ്രത്യേകത. 5 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലുള്ളത്. ഓരോ ശരി ഉത്തരങ്ങൾക്കും 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചോയ്സ് റൗണ്ടിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിലെ 5ാമത്തെ ചോദ്യം ഒരു സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു നക്ഷത്ര ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന എല്ലാവർക്കും മറ്റൊരു ചോദ്യം ബോണസ് പോയിൻ്റായിട്ട് ലഭിക്കും. അതിന് നിങ്ങൾ ശരി ഉത്തരം നൽകിയാൽ 5 പോയിൻ്റ് കൂടി നിങ്ങൾ കരസ്ഥമാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും ഗംഭീരമായി ആൻസർ ചെയ്താൽ 55 മാർക്സ്. ആദ്യ ചോദ്യം, ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം നേതാജി സുഭാഷ് ചന്ദ്രബോസ് സേതു എന്നാണ് അറിയപ്പെടുന്നത്. നേതാജിയുടെ ജന്മനഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്താണ് ഈ പാലം. സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: ത്രിപുര, ബംഗാൾ, ആസാം, ഒഡീഷ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സമയം അവസാനിക്കുന്നു. നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ടീം കാസർഗോഡ് നമ്മളോട് ഉത്തരം പറയുന്നു. ഒഡീഷ എന്ന ഉത്തരം ആണ് ടീം കാസർഗോഡ് പറഞ്ഞിരിക്കുന്നത്. ടീം ആലപ്പുഴ, യു എഗ്രി? ഒഡീഷ. ഓക്കെ, ടീം കൊല്ലം? ബംഗാൾ. ടീം തിരുവനന്തപുരം? ഒഡീഷ. എക്സാക്ട്ലി റൈറ്റ് ആൻസർ. ഒഡീഷ, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആൻസർ. അറബിക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിർത്തിയിലാണല്ലോ. അറബിക്കടൽ തീരമായി വരുന്ന വേറെയും രാജ്യങ്ങളുണ്ട്. ഇവിടെ പറയാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് അറബിക്കടൽ അതിർത്തിയായി വരാത്ത രാജ്യമാണ്. ഏതാണ് ആ രാജ്യം എന്നതാണ് ചോദ്യം. യുവർ ചോയ്സസ്: ഇറാൻ, യമൻ, ശ്രീലങ്ക ആൻഡ് സീഷെൽസ്. ഓക്കെ, സമയം അവസാനിക്കുന്നു. നമ്മളോട് ഉത്തരം പറയാൻ പോകുന്നത് ടീം ആലപ്പുഴ, ഇറാൻ. ടീം തിരുവനന്തപുരം, ശ്രീലങ്ക. ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന? ടീം കൊല്ലം, സീഷെൽസ്. ടീം കാസർഗോഡ്, ശ്രീലങ്ക എന്നാണ്. 2 ടീമുകൾ കോമൺ ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീലങ്ക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ശ്രീലങ്ക.
ശ്രീലങ്കയാണ് യഥാർത്ഥ ഉത്തരം. അവർ 10 പോയിന്റുകൾ വീതം നേടിയിരിക്കുന്നു. വീണ്ടും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ഉറപ്പുവരുത്തുന്നതിനായി നൽകുന്ന ഒരു ശുപാർശിത പദവി എന്ന നിലയിൽ ആണ് റംസർ ഉടമ്പടിയെ ലോകരാജ്യങ്ങൾ പരിഗണിക്കുന്നത്. റംസർ ട്രീറ്റി. റംസർ എന്ന നഗരത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിലാണ് ഈ ഉടമ്പടി രൂപപ്പെട്ടത്. റംസർ നഗരം ഏതു രാജ്യത്താണ്? ചോയ്സ് ഇതാണ്. യുവർ ചോയ്സസ്: ബ്രസീൽ, ഫിൻലാൻഡ്, ഫിലിപ്പൈൻസ് ആൻഡ് ഇറാൻ. ഓക്കെ, ടൈം അവസാനിക്കുന്നു. ശരി ഉത്തരം പറയുന്നു ടീം കൊല്ലം. കൊല്ലം നമ്മളോട് ഉത്തരം പറയുകയാണ്. ഇറാൻ. ഇറാൻ എന്ന ഉത്തരം ആണ് കൊല്ലം പറയുന്നത്. തിരുവനന്തപുരം, ആർ യു അഗ്രി? ഇറാൻ. യാ, ഇറാൻ. ഇറ്റ് ഈസ് ഇറാൻ. റംസർ. ടീം കാസർഗോഡ് ഉത്തരം പറയുന്നു ഇറാൻ. ഇറാൻ. ഓക്കെ, ടീം ആലപ്പുഴ? ഇറാൻ. ഇറാൻ. റൈറ്റ് ആൻസർ. എക്സാക്ട്ലി, പെർഫെക്റ്റ് ആൻസർ. ഓക്കെ, 4 ടീമുകളും 10 പോയിന്റ് കരസ്ഥമാക്കുന്നു. ആദ്യത്തെ ചോദ്യമാണിത്. ദിസ് ഇസ് എ ഫോർത്ത് ക്വസ്റ്റ്യൻ. 180 കോടിയിലേറെ അക്കൗണ്ടുകളുമായി 20ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ജിമെയിൽ. ജിമെയിലിന്റെ സ്ഥാപകൻ ഗൂഗിൾ സെർച്ച് എഞ്ചിന്റെ സ്ഥാപകൻ തന്നെ ആയിരുന്നുവെന്നും നമുക്കറിയാം. ഈ മേഖലയിലെ ആദ്യ സംരംഭം ആയിരുന്നല്ലോ ഹോട്ട്മെയിൽ. ഹോട്ട്മെയിലിന്റെ സ്ഥാപകൻ ഒരു ഇന്ത്യക്കാരൻ. ആരാണ് ഹോട്ട്മെയിലിന്റെ സ്ഥാപകൻ എന്നതാണ്. ഓപ്ഷൻ എ ഷബീർ ഭാട്ടിയ, ഓപ്ഷൻ ബി സുന്ദർ പിച്ചൈ, ഓപ്ഷൻ സി വിജയ് ഭട്കർ, ഓപ്ഷൻ ഡി രംഗസ്വാമി നരസിംഹ. കാസർഗോഡാണ് നമ്മളോട് ഉത്തരം പറയാൻ പോകുന്നത് ഇത്തവണ. ആദ്യമായി നമ്മളോട് ശരി ഉത്തരം പറയാൻ പോകുന്നു ടീം കാസർഗോഡ്. ഓക്കെ, യുവർ ടേൺ. ഷബീർ ഭാട്ടിയ. ഷബീർ ഭാട്ടിയ എന്ന ഉത്തരം ആണ് കാസർഗോഡ് പറഞ്ഞിട്ടുള്ളത്. ടീം ആലപ്പുഴ? സബീർ ഭാട്ടിയ. ഷബീർ ഭാട്ടിയ എന്ന ഉത്തരത്തോട് അവർ യോജിക്കുന്നു. ടീം കൊല്ലം? ഷബീർ ഭാട്ടിയ. ഷബീർ ഭാട്ടിയ തന്നെയാണ് കൊല്ലവും പറഞ്ഞിരിക്കുന്നത്. ടീം തിരുവനന്തപുരം? ഷബീർ ഭാട്ടിയ. ഷബീർ ഭാട്ടിയ is the right answer. It's right answer. 4 ടീമുകളും ശരി ഉത്തരം നേടിയിരിക്കുന്നു. ശരി ഉത്തരത്തിനുള്ള 10 പോയിന്റ് 4 ടീമുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ. നക്ഷത്ര ചോദ്യമാണ്. ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഉത്തരം പറയുന്ന എല്ലാ ടീമുകൾക്കും, ശരിയുത്തരം പറയുന്ന എല്ലാ ടീമുകൾക്കും ഒരു ബോണസ് ക്വസ്റ്റ്യൻ ലഭിക്കുന്നു. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം ശരിയാക്കിയാൽ 5 പോയിന്റ് കൂടി നിങ്ങൾക്ക് നേടാം. ഗാസ നഗരത്തിൽ നിന്ന് കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുന്നതിനിടെ ഇസ്രയേൽ സൈനിക ടാങ്കുകളാൽ വലയം ചെയ്യപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയാണ് ഹിന്ദ് റജബ്. ക്ലിയർ? ഇസ്രയേൽ വംശഹത്യക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അവരുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ ഹാമിൽട്ടൺ ഹാളിന് ആ പെൺകുട്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹിൻസ് ഹോൾ എന്ന് പേരിട്ടു. ഏത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ചെയ്തത്? ഇതാണ് ചോദ്യം. ചോയ്സ്: കൊളംബിയ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ഡി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കേൾക്കാം. ഓക്കെ, ടീം ആലപ്പുഴ? കൊളംബിയ യൂണിവേഴ്സിറ്റി. കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നാണ് ആലപ്പുഴ നമ്മളോട് ഉത്തരം പറയുന്നത്. ടീം കാസർഗോഡ്? കൊളംബിയ യൂണിവേഴ്സിറ്റി. കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ് കാസർഗോഡും ഉത്തരം പറയുന്നത്. ടീം കൊല്ലം? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് കൊല്ലം പറയുന്ന ഉത്തരം. തിരുവനന്തപുരം അതിനോട് യോജിക്കുന്നു? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് തിരുവനന്തപുരം ഉത്തരം പറഞ്ഞത്. ക്ഷമിക്കണം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, ടീം കാസർഗോഡ് ആൻഡ് ആലപ്പുഴ ഗെറ്റ് അനദർ ബോണസ് ക്വസ്റ്റ്യൻ. നവരത്നങ്ങളിൽ ഒന്നാണ് മരതകം, എമറാൾഡ്. ഓക്കെ, ഡയമണ്ട്സിൽ എമറാൾഡ് എന്ന് പറയുന്ന രത്നം. മരതകത്തിന്റെ നിറം എന്താണ്? ദ കളർ ഓഫ് എമറാൾഡ്. റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. ടീം ആലപ്പുഴ? പച്ച. ഗ്രീൻ എന്നാണ് ടീം ആലപ്പുഴ പറഞ്ഞിട്ടുള്ളത്. ടീം കാസർഗോഡ്? പച്ച. റൈറ്റ് ആൻസർ, എക്സാക്ട്ലി റൈറ്റ് ആൻസർ. ഓക്കെ, യുവർ പെർഫെക്റ്റ് ആൻസർ ഗ്രീൻ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അവർക്ക് ബോണസ് പോയിന്റും നേടിക്കൊണ്ട്
മികച്ച പെർഫോമൻസ് ആണ് കാസർഗോഡ് ആലപ്പുഴ ടീമുകൾ നേടിയിരിക്കുന്നത്. കൊല്ലം തിരുവനന്തപുരം ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഡോൺ വറി, ആദ്യ റൗണ്ട് മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് പോകാം. ഈ റൗണ്ട് ഒരു സൂചനാ റൗണ്ടാണ്. ക്വിസ് മാസ്റ്റർ അവതരിപ്പിക്കുന്ന ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. 3 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വ്യത്യസ്ത സ്വഭാവം ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ആ ചോദ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തായിരിക്കണം ഉത്തരം പറയേണ്ടത്. ആദ്യ ചോദ്യത്തിൻ്റെ സ്വഭാവം 5 സൂചനകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിൽ ആദ്യ സൂചനയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ യു വിൽ ഗെറ്റ് 20 പോയിന്റ്സ്. ഓക്കെ, ആദ്യ സൂചനയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ രണ്ടാമത്തെ സൂചനയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റ്സ്. മൂന്നാമത്തെ സൂചനയിലാണെങ്കിൽ 10 പോയിന്റ്സ്. ദ ലാസ്റ്റ് ഒടുവിലത്തെ സൂചനയിലാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ 5 പോയിന്റ്സ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം. ബസർ അമർത്തി നിങ്ങൾ ആദ്യ സൂചനയിൽ നിങ്ങളുടെ ഉത്തരം തെറ്റായാൽ നിങ്ങൾക്ക് പിന്നീട് ആ ചോദ്യത്തിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ബോസ് എന്ന തൂലികാനാമം സ്വീകരിച്ച സാഹിത്യകാരൻ. ടീം തിരുവനന്തപുരം ബസർ അമർത്തിയിരിക്കുകയാണ്. ആദ്യ സൂചനയിൽ തന്നെ 20 പോയിന്റ്സും ഞങ്ങൾ നേടും എന്ന ആത്മവിശ്വാസത്തോടെ ടീം തിരുവനന്തപുരം ബസർ അമർത്തിയിരിക്കുന്നു. അവർക്കാണ് ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. യെസ്, യുവർ ആൻസർ ചാൾസ് ഡിക്കിൻസ്. ചാൾസ് ഡിക്കൻസ് എന്ന ഉത്തരം ആണ് ടീം തിരുവനന്തപുരം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം പൂർണ്ണമായും ഞാൻ വായിക്കുകയാണ്. ബോസ് എന്ന തൂലികാനാമം സ്വീകരിച്ച സാഹിത്യകാരൻ. വിക്ടോറിയ കാലഘട്ടത്തിൽ 1812 ഇംഗ്ലണ്ടിൽ ജനനം. ബ്ലീക്ക് ഹൗസ് എന്ന കൃതി മാസ്റ്റർ പീസായി അറിയപ്പെടുന്നു. പ്രധാന കൃതികൾ എ ടെയിൽ ഓഫ് 2 സിറ്റീസ്, ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ്. യു ആർ എക്സാക്ട്ലി റൈറ്റ് ആൻസർ, പെർഫെക്റ്റ്ലി റൈറ്റ് ആൻസർ. ടീം തിരുവനന്തപുരം ട്രിവാൻഡ്രം ഗോട്ട് 20 പോയിന്റ്സ്. വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. ഓക്കെ, കമോൺ. ക്ലൂ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത 3 വാക്യങ്ങൾ ഞാൻ പറയും. അതിൽ നിന്ന് ശരിയുത്തരം നിങ്ങൾ കണ്ടെത്തുക എന്നതാണ്. 3 സൂചനകൾ ഞാൻ പറയും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. 4 ടീമുകൾക്കും ഒരേ സമയത്ത് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ശരിയുത്തരം എഴുതിയാൽ സ്കോർ ലഭ്യമാകുന്ന ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സൂചനകൾ ഇതാണ്. ഒരു സിനിമയുടെ പേരാണ് പറയേണ്ടത്. ന്യൂക്ലിയർ ആയുധ ഗവേഷണം. ക്രിസ്റ്റഫർ നോളൻ. ഓസ്കാർ അവാർഡ്. 3 സൂചനകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓസ്കാർ അവാർഡ്, ക്രിസ്റ്റഫർ നോളൻ ആൻഡ് ന്യൂക്ലിയർ ആയുധ ഗവേഷണം. ഓക്കെ, നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. ടൈം ഓവർ. ഓക്കെ, ടീം ആലപ്പുഴ. ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ എന്നാണ് ടീം ആലപ്പുഴ പറഞ്ഞിട്ടുള്ളത്. ടീം കാസർഗോഡ്. ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ എന്ന ഉത്തരം തന്നെയാണ് കാസർഗോഡും പറഞ്ഞിട്ടുള്ളത്. ടീം കൊല്ലം. ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കൊല്ലവും പറയുന്നു ഓപ്പൺഹൈമർ എന്ന്. ഓക്കെ, ടീം ട്രിവാൻഡ്രം. ഓപ്പൺഹൈമർ. റൈറ്റ് ആൻസർ, പെർഫെക്റ്റ്ലി റൈറ്റ്. 4 ടീമുകളും 10 പോയിന്റ് നേടിയിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂചനാ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ ആവേശകരമായ മത്സരം ആണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണുന്ന 3 സൂചനയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുകയാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. നിങ്ങൾ ദൃശ്യത്തിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ദൃശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഈ സൂചനയിൽ നിന്ന് ഒരു രാജ്യം നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഏതാണ് ആ രാജ്യം എന്നതാണ് നിങ്ങളുടെ ചോദ്യം. ഓക്കെ, നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. ടീം കൊല്ലം ആണ് നമ്മളോട് ഉത്തരം പറയാൻ പോകുന്നത്. ശരി ഉത്തരം നമുക്ക് കേൾക്കാം. ടീം കൊല്ലം. ജപ്പാൻ. ജപ്പാൻ എന്ന ഉത്തരം ആണ് ടീം കൊല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യു അഗ്രി? ജപ്പാൻ. ജപ്പാൻ. ഓക്കെ, യു ആൾസോ അക്സെപ്റ്റ്? ജപ്പാൻ. ജപ്പാൻ. ചൈന എന്നല്ലേ എഴുതിയത്?
അല്ല, ജപ്പാൻ. ഓക്കെ, യു ജപ്പാൻ. ജപ്പാൻ റൈറ്റ് ആൻസർ. 4 ടീമുകളും ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. 4 ടീമുകൾക്കും 10 പോയിന്റ് ലഭിക്കുന്നു. ജപ്പാൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാന്റെ സ്റ്റാമ്പിന്റെ ചിത്രം ആണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. നിപ്പോൺ എന്നാണ് ജപ്പാന്റെ സ്റ്റാമ്പിൽ രേഖപ്പെടുത്താറുള്ളത്. അതുപോലെ തന്നെ ജപ്പാനിലെ ഒരു അഗ്നിപർവ്വത നിരയാണ് കണ്ടത്. അതുപോലെ തന്നെ കിമോണ എന്ന് പറഞ്ഞ അവരുടെ പാരമ്പര്യ വസ്ത്രം ആണ് ഒന്ന് ചിത്രത്തിൽ നിങ്ങൾ കണ്ടത്. മീഡിയ 1 ലിറ്റിൽ സ്കോളറിൽ സെമി ഫൈനൽ മത്സരത്തിൽ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ടീം അംഗങ്ങൾ കരസ്ഥമാക്കിയ പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം. ടീം ആലപ്പുഴ 65 പോയിന്റ്സ്, ടീം കൊല്ലം 40 പോയിന്റ്സ്, ടീം കാസർഗോഡ് 75 പോയിന്റ്സ്, തിരുവനന്തപുരം 80 പോയിന്റ്സ്. ഓക്കെ, വെൽ ഡൺ. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. നെല്ലും പതിരും. ക്വിസ് മാസ്റ്റർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ഓർ ഫാൾസ്. ശരി ഉത്തരം ആണെങ്കിൽ നിങ്ങളുടെ പോഡിയത്തിലുള്ള പച്ച ലൈറ്റ് കത്തിക്കുക. ഓക്കെ, നിങ്ങൾ ഉത്തരം തെറ്റാണ് എങ്കിൽ, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവിക്കുന്നത് തെറ്റാണ് എങ്കിൽ നിങ്ങൾ ചുവപ്പ് ലൈറ്റ് കത്തിക്കുക. എല്ലാവർക്കും ഒരേ സമയത്ത് മാർക്ക് നേടാവുന്ന റൗണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നെല്ലും പതിരും. ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആണ് കാർബൺ ഡയോക്സൈഡ്. ടീം ആലപ്പുഴ എന്താണ് ഉത്തരം? ശരി ഉത്തരം. ശരിയാണ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ആലപ്പുഴ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ടീം കാസർഗോഡ് ശരിയാണ്. ശരിയാണ്. ടീം കൊല്ലം ശരിയാണ്. ശരിയാണ്. ഓക്കെ, ടീം തിരുവനന്തപുരം ശരിയാണ്. ഓക്കെ, വെൽ ഡൺ. 4 ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആണ് കാർബൺ ഡയോക്സൈഡ് എന്ന സ്റ്റേറ്റ്മെന്റ് ഈസ് എ റൈറ്റ് ആൻസർ, എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 4 ടീമുകളും 10 പോയിന്റ് കരസ്ഥമാകും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ റൗണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് എല്ലാവരും ചെയ്യേണ്ടത്. തെറ്റും ശരിയും രേഖപ്പെടുത്തുക എന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് മാത്രമേ ഇതിനുള്ളൂ എങ്കിലും നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് മൈനസ് മാർക്ക് കിട്ടും എന്നതാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര പഠനശാഖയാണ് എൻഡമോളജി. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ്, പഠനശാഖയാണ് എൻഡമോളജി. ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഉത്തരം ഗ്രീൻ ഓർ റെഡ് ലൈറ്റ് നിങ്ങൾക്ക് കത്തിക്കാം. ഓക്കെ, ടീം തിരുവനന്തപുരം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണ്. തെറ്റാണ്. ടീം ആലപ്പുഴ തെറ്റാണ്. തെറ്റാണ്. ഓക്കെ, ടീം കൊല്ലം തെറ്റാണ്. തെറ്റാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാക്ട്ലി റൈറ്റ് ആൻസർ. തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ് എൻഡമോളജി എന്ന് പറഞ്ഞാൽ? കൊല്ലം അറിയില്ല. പിന്നെ എങ്ങനെയാണ് തെറ്റാണെന്ന് എഴുതിയത്? ആന്തരിക അവയവത്തെ കുറിച്ച് പഠിക്കുന്ന അനാട്ടമിയാണ്. അനാട്ടമിയാണോ? പറയോ ആലപ്പുഴ, എൻഡമോളജി എന്താണ്? അറിയാമോ എൻഡമോളജി എന്താണെന്ന്? ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം. ഉറപ്പ് പറയൂ. ഷഡ്പദം. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ്, ശലഭങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനം ആണ് എന്ത്? എൻഡമോളജി എന്ന് പറഞ്ഞത്. ശരിയാണ് കാസർഗോഡ് പറഞ്ഞത്. ദ റൈറ്റ് ആൻസർ യെസ്. 4 ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. എൻഡമോളജി എന്നത് മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയല്ല. ആ സ്റ്റേറ്റ്മെന്റ് അവർ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് 4 ടീമുകളും 10 പോയിന്റ് എഗൈൻ ഗോട്ട് 10 പോയിന്റ്സ് എല്ലാ ടീമുകളും. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയുടെ ഷഹനായ് ചക്രവർത്തി എന്നറിയപ്പെടുന്നത് സംഗീതജ്ഞനായ ഉസ്താദ് ബിസ്മില്ല ഖാനാണ്. ഇതാണ് ചോദ്യം. ഇന്ത്യയുടെ
ഷഹനായ് ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഉസ്താദ് ബിസ്മില്ല ഖാനാണ്. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ശരിയാണോ അതല്ല തെറ്റാണോ? സമയം അവസാനിച്ചിരിക്കുന്നു. ടൈം ഈസ് ഓവർ. ഉത്തരം ശരിയാണ് എന്നാണോ എല്ലാവരും പറയുന്നത്? യെസ്, ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. Again 4 ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ ഷഹനായ് വാദൻ, ഷഹനായ് വിദ്വാൻ, ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഉസ്താദ് ബിസ്മില്ല ഖാനാണ്. ശരി ഉത്തരമാണ്. 4 ടീമുകൾക്കും 10 പോയിന്റ് വീണ്ടും കരസ്ഥമാകും. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ശ്രദ്ധിച്ചു കേൾക്കുക. ചോദ്യം ഇതാണ്: ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അടുത്തിടെ വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യം ആണ് ഐക്യൂബ് ഖമർ. സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അടുത്തിടെ വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യം ആണ് ഐക്യൂബ് ഖമർ. ഓക്കെ, സമയം അവസാനിക്കുന്നു. 4 ടീമുകളും അഗൈൻ ഗ്രീൻ ലൈറ്റ് ആണ് കത്തിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നാണ് അവർ പറയുന്നത്. മൈനസ് പോയിന്റ് ആർക്കെങ്കിലും കിട്ടിയോ? മൈനസ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ 4 ടീമുകൾക്കും ഒരുപോലെ നഷ്ടപ്പെടുന്നതുകൊണ്ട് മുഖത്തെല്ലാവർക്കും ഒരു ചിരിയുണ്ട് അല്ലേ? അപ്പോൾ ഇത് മത്സരത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കത്തില്ല എന്നതാണ് ഓരോരുത്തരുടെയും ചിരിയുടെ അർത്ഥം. ബട്ട് ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരം ആണ് ഐക്യൂബ് ഖമർ എന്നത് ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്ന് ചൈനയുടെ കൊളാബറേഷനോടെ പാകിസ്ഥാൻ വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യം ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ഇതാണ്: അടുത്തിടെ കേരളത്തിൽ കാണപ്പെട്ട വെസ്റ്റ് നൈൽ പനിക്ക് കാരണക്കാരനായത് ഒരു ബാക്ടീരിയയാണ്. അടുത്തിടെ കേരളത്തിൽ കാണപ്പെട്ട വെസ്റ്റ് നൈൽ പനി, വെസ്റ്റ് നൈൽ ഫീവർ, കാരണക്കാരനായത് ഒരു ബാക്ടീരിയയാണ്. സമയം അവസാനിക്കുന്നു. ടീം കൊല്ലം ആൻസർ തെറ്റാണ്. ഓക്കെ, യുവർ റെസ്പോൺസ് ആലപ്പുഴ. ഈസ് ഇറ്റ് റൈറ്റ് ഓർ ഫോൾസ്? ഫോൾസ്. ഫോൾസ്. തെറ്റായ പ്രസ്താവനയാണ്. എന്താണ് ശരിയായ പ്രസ്താവന? വൈറസ് ആണ് കാരണം. ബാക്ടീരിയ അല്ല, വൈറസ് ആണ്. എന്താണ് വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ ആണോ? അല്ല. എന്താണ് പിന്നെ? വൈറസ് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ. ടീം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ആൻഡ് കാസർഗോഡ് 4 ടീമുകളും വീണ്ടും 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ തെറ്റും ശരിയും നെല്ലും പതിരും എന്ന് പറഞ്ഞ റൗണ്ടിൽ എല്ലാ ടീമുകളും ഒരുപോലെ പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും മികച്ച ഒരു റൗണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പോയിന്റുകൾ നേടിയെടുത്ത ഒരു റൗണ്ടായിരുന്നു. ബട്ട് ടീമുകൾ തമ്മിലുള്ള ഡിഫർ നിശ്ചയിക്കാൻ ഈ റൗണ്ട് ഒട്ടും ഉപകരിച്ചില്ല എന്നതാണ് വാസ്തവം. എല്ലാവരും എല്ലാ ഉത്തരവും ശരിയാക്കിയിരിക്കുന്നു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടീം അംഗങ്ങൾ കരസ്ഥമാക്കിയ പോയിന്റ് നില പരിശോധിക്കാം. ഓക്കെ, മഹത്തായ ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാർക്കും കുട്ടികൾക്കും കൃത്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ പിൻവാങ്ങുന്നു.